ക്ലാസ് 9 CBSE സ്റ്റുഡൻസ്, എന്താണ് ഇൻസ്റ്റാലേൺ? നമ്മൾ സ്ഥലത്തിന്റെ എല്ലാ വീഡിയോസിലും എല്ലാ ലൈവുകളിലും സ്ഥലത്തിന്റെ മോസ്റ്റ് സെലിബ്രേറ്റഡ് സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് ഇൻസ്റ്റാലേൺ എന്ന് പറയുന്നത്. സോ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എന്താണ് ഈ ഇൻസ്റ്റാലേൺ എന്നും ഈ മെറ്റീരിയലിന് എന്താണ് നിങ്ങളെ NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നും അതേപോലെ മറ്റുള്ള ഗൈഡ്സിൽ നിന്നുള്ള ഡിഫറൻസ് എന്നും ആൻഡ് എങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ചാപ്റ്റർ വൈസ് എക്സാംസിനെയും ടേം എക്സാംസിനെയും മൊഡ്യൂൾ എക്സാംസിനെയും മോഡൽ എക്സാംസിനെയും ആനുവൽ എക്സാംസിനെയും ഒക്കെ കൃത്യമായിട്ട് ക്രാക്ക് ചെയ്ത് 90% അല്ലെങ്കിൽ 95% എബോവ് സ്കോറിലേക്ക് എത്തിച്ചേരാൻ നിങ്ങളെ സഹായിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ മാത്തമാറ്റിക്സിലെ ക്ലാസ് 9 CBSE മാത്തമാറ്റിക്സിലെ ഇൻസ്റ്റാലേൺ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള പോളിനോമിയൽസിന്റെ ഇൻസ്റ്റാലേൺ ആണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇതാണ് ഇൻസ്റ്റാലേണിന്റെ ഫ്രണ്ട് പേജ് എന്ന് പറയുന്നത്. നോക്കിക്കോളൂ, ഇൻസ്റ്റാലേണിന്റെ ഫ്രണ്ട് പേജ് ആണ് ക്ലാസ് 9 CBSE മാത്തമാറ്റിക്സിലെ ഇൻസ്റ്റാലേണിന്റെ ഫ്രണ്ട് പേജ് ആണ്. പോളിനോമിയൽസ് എന്ന ചാപ്റ്ററിന്റെ ഇൻസ്റ്റാലേൺ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഓരോ ചാപ്റ്ററിന് ഓരോ ഇൻസ്റ്റാലേൺ ആണ് ഉണ്ടാവുക. പോളിനോമിയൽസിന്റെ ഇൻസ്റ്റാലേൺ ആണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഇതിൽ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അതിന് മുന്നേ സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് കാണാറുള്ളത്? NCERT ടെക്സ്റ്റ് ബുക്കിൽ ഒരു പോർഷൻ ഇവിടെ ഉണ്ടാവും, സ്റ്റാർട്ട് ചെയ്യും, പിന്നെ വേറൊരു ടോപ്പിക് ആയിരിക്കും, പിന്നെ വേറൊരു ടോപ്പിക്, പിന്നെ കുറെ ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് എക്സസൈസ് ആയിട്ട് അല്ലെ. അതായത് കുറെ പോർഷൻസ് സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. ചിലപ്പം എന്താ പറയുക, സീറോസ് ഇപ്പുറത്താണെങ്കിൽ ഡിഗ്രി എന്ന് പറയുന്നത് തൊട്ടപ്പുറത്തായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഒരു ഓർഡർ ഇല്ലാതെ, കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ ഇല്ലാതെ, എന്നാൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ മിക്സഡ് ആയിട്ടായിരിക്കും എക്സസൈസിൽ ഉണ്ടാവുക അല്ലെ. ഇപ്പോൾ സീറോസും ഡിഗ്രിയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു, എന്താണ് പോളിനോമിയൽസ് എന്ന് പറഞ്ഞു, എന്താണ് ഡിഗ്രി എന്ന് പറഞ്ഞു, എന്താണ് സീറോ എന്ന് പറഞ്ഞു, ഇതിന്റെ എല്ലാം കൂടി എക്സസൈസ് ഒരുമിച്ചായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരു മിക്സഡ് ആയിട്ടാണ് NCERT ടെക്സ്റ്റ് ബുക്കിൽ പൊതുവേ കാര്യങ്ങൾ ഉണ്ടാവാറുള്ളത്. മിക്ക ഗൈഡുകളിലും അങ്ങനെ തന്നെയാണ്. കുറെ ടോപ്പിക്ക് പറയും, ആ ടോപ്പിക്കിന് എല്ലാത്തിനും കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലാവില്ല ഈ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഏത് ടോപ്പിക്കിലാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവില്ല അല്ലെ. അങ്ങനെ ഒരു ഡിഫറൻസ്, ആ ഒരു സംശയം നമുക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട് അല്ലെ. ഒരുപാട് ടോപ്പിക്സും ഒരുപാട് ക്വസ്റ്റ്യൻസും മിക്സഡ് ആക്കിയിട്ട് ഏത് ടോപ്പിക്കിന് ഏത് ക്വസ്റ്റ്യൻ ആണ് വരാന്നുള്ളതൊന്നും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവാത്ത സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പം ഇതിനെ നമ്മൾ എങ്ങനെയാണ് ക്രാക്ക് ചെയ്തതെന്ന് നോക്കാം. ജസ്റ്റ് ഞാനിവിടെ സെക്കൻഡ് പേജിലേക്ക് പോവാണ്. യെസ്, സെക്കൻഡ് പേജിൽ ടീച്ചേഴ്സിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. യെസ്, നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. പോളിനോമിയൽ ആയതുകൊണ്ട് തന്നെ എന്താണ് പോളിനോമിയൽ? കൃത്യമായിട്ട് NCERT ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ഡെഫിനിഷൻ, കൃത്യമായിട്ട് CBSE ബോർഡിന്റെ NCERT ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ഡെഫിനേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുന്നത് NCERT ആണ്. NCERT ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ പറയുന്നത് അതിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇൻസ്റ്റാലേൺ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ദാറ്റ് ഒരു ടീച്ചർക്ക് പോലും നിങ്ങളുടെ ഒരു മാർക്ക് പോലും എവിടെയും കുറയ്ക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ടീച്ചർ കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരെ NCERT ടെക്സ്റ്റ് ബുക്ക് എടുത്ത് കാണിച്ചു കൊടുക്കുക, ടീച്ചർ ഈ ലൈനല്ലേ ഞാൻ എക്സാമിന് എഴുതിയത് എന്ന് ചോദിക്കുക, ധൈര്യമായിട്ട് ചോദിക്കാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൃത്യമായിട്ട് NCERT ടെക്സ്റ്റ് ബുക്ക് മാത്രം ഓറിയന്റഡ് ആയിട്ട് ഇൻസ്റ്റാലേൺ തയ്യാറാക്കിയിട്ടുള്ളത്. പക്ഷേ ക്വസ്റ്റ്യൻസ് NCERT ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് മാത്രമല്ല എന്നുള്ളതാണ് വ്യത്യാസം. എല്ലാ തിയറീസും എല്ലാ ഡെഫിനിഷൻസും നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഫോക്കസ്ഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ടാവും. ഓക്കെ, നോക്കാം. അപ്പോൾ നമ്മൾ പോളിനോമിയൽസിന്റെ ഒരു ഡെഫിനിഷൻ പറഞ്ഞു. പോളിനോമിയൽസ് എന്ന് പറഞ്ഞ ഒരു ആൾജിബ്രിക് എക്സ്പ്രഷൻ ആണ്. അതിൽ വേരിയബിൾസ് ഉണ്ടാവും, കോൺസ്റ്റന്റ്സ് ഉണ്ടാവും, കോഎഫിഷ്യൻസ് ഉണ്ടാവും, അതേപോലെ തന്നെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്, ഹോൾ നമ്പർ എക്സ്പോണൻസ് ഓൺ ദ വേരിയബിൾസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അടുത്തത് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ പോളിനോമിയൽസ്? നമ്മളൊരു ടോപ്പിക് പഠിച്ചു, പോളിനോമിയൽ എന്താണെന്ന് പഠിച്ചു. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പോളിനോമിയൽ എന്താ, നമുക്കൊരു ഐഡിയ കിട്ടും. അതിന്റെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ പോളിനോമിയൽസ്? നമുക്ക് ഫസ്റ്റ് വൺ കണ്ടാൽ നമുക്കറിയാം 2x², എക്സിന്റെ പവർ 2 ആണ്, വേരിയബിൾ എക്സ് ആണ്, അതിന്റെ പവർ 2 ആണ്. സെക്കൻഡ് വണ്ണിൽ റൂട്ട് എക്സ് ഉണ്ട്. റൂട്ട് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ് വരിക? റൂട്ട് എക്സ് എന്ന് പറയുമ്പോൾ എന്താ വരിക? റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി x⁻² അല്ലേ. അപ്പൊ വേരിയബിളിന്റെ പവറിൽ ഹോൾ നമ്പർ അല്ലാത്തൊരു നമ്പർ വന്നില്ലേ? നമുക്കിവിടെ ഡെഫിനേഷനിൽ കൃത്യമായിട്ട് പറയുന്നില്ലേ ഹോൾ നമ്പർ എക്സ്പോണൻസ് ഓൺ ദ വേരിയബിൾസ് വരണം പോളിനോമിയൽ ആണെങ്കിൽ. പക്ഷെ ഇവിടെ വന്നു, അല്ലാത്തത് വന്നു. 1/2 ഹോൾ നമ്പർ ആണോ? അല്ല. അതുകൊണ്ട് ഇത് പോളിനോമിയൽ അല്ല. അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് മേലുള്ള ഡെഫിനേഷന്റെ ബേസിൽ ഓരോ ക്വസ്റ്റിനും ABCD ഇവ 4 നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പോകുന്നത് ഡിഗ്രി എന്ന ഡെഫിനേഷനിലേക്കാണ്. എന്താണ് ഡിഗ്രി എന്ന ഡെഫിനേഷനിലേക്കാണ് പിന്നെ നമ്മൾ പോകുന്നത്. ഡിഗ്രി എന്താണ്? ഡിഗ്രി എന്ന് പറഞ്ഞാൽ the highest power of the variable in a polynomial is called degree of that polynomial. Okay, degree of that polynomial. Wait a second. Yes, ഡിഗ്രീനെ പറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്തിലേക്ക് പോയി? നേരെ അതിന്റെ ക്വസ്റ്റ്യൻ. ഡിഗ്രി എന്താണെന്ന് പറഞ്ഞു, അതിന്റെ ക്വസ്റ്റ്യൻ. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിഗ്രിയിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുക. ദ ഡിഗ്രി ഓഫ് എ നോൺ സീറോ കോൺസ്റ്റന്റ് പോളിനോമിയൽ 0, ഡിഗ്രി ഓഫ് എ സീറോ പോളിനോമിയൽ ഈസ് നോട്ട് ഡിഫൈൻഡ്. അതിന്റെ ബേസിലുള്ള ഒരു അസേഷൻ റീസൺ ക്വസ്റ്റ്യൻ കണ്ടോ?
അതായത് ഓരോ ടോപ്പിക്കും നമ്മൾ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നോർമൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, MCQs വരുന്നുണ്ട്, അസേഷൻ റീസൺ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓക്കെ വെയിറ്റ് സെക്കൻഡ് യെസ് അസേഷൻ ഡിഗ്രി ഓഫ് എ സീറോ പോളിനോമിയൽ ഇസ് നോട്ട് ഡിഫൈൻഡ്, ഡിഗ്രി ഓഫ് എ നോൺ സീറോ കോൺസ്റ്റന്റ് പോളിനോമിയൽ ഇസ് 0. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനേഷന് 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 9 അല്ല, ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനേഷന്. പക്ഷെ ഇത് 10th എവിടെ നമ്മൾ പഠിക്കുന്നില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ 10th NCERT ടെക്സ്റ്റ് ബുക്കിൽ എവിടെയും ഇല്ല. ഈ ഒരു ടോപ്പിക് എവിടെയുള്ളത്? 9th അപ്പോൾ നമ്മൾ പഠിക്കുന്നത് 9th വേണ്ടി മാത്രമല്ല. ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ 9th വേണ്ടി മാത്രമുള്ളതല്ല. 10th എന്ത് ഫൗണ്ടേഷൻ ആണോ നിങ്ങൾക്ക് വേണ്ടത്, 10th ചാപ്റ്റേഴ്സിന്റെ എന്ത് ഫൗണ്ടേഷൻ ആണോ 9th നിങ്ങൾക്ക് കിട്ടേണ്ടത്, ആ ഫൗണ്ടേഷൻ ഉറപ്പുവരുത്തുന്ന മെറ്റീരിയലാണ് ഇൻസ്റ്റാൾമെന്റ് മെറ്റീരിയൽ. അതുകൊണ്ടാണ് ഇത്തരത്തിൽ കൃത്യമായിട്ട് 10th കൂടെ ചോദിക്കാൻ സാധ്യതയുള്ള 9th കൺസെപ്റ്റ്സ് വരെ നമ്മൾ കൃത്യമായിട്ട് ഇൻസ്റ്റാൾമെന്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇത് 2024 10th CBSE ബോർഡ് എക്സാമിനേഷൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കൺസെപ്റ്റ് പക്ഷേ 10th കൺസെപ്റ്റ് അല്ല, 9th ടെക്സ്റ്റ് ബുക്ക് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. മനസ്സിലായോ ഇമ്പോർട്ടൻസ്? ആൻഡ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിനോമിയൽസിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ സിമ്പിൾ ആയിട്ട് ഒരു ഫ്ലോ ചാർട്ട് വഴി കൊടുത്തിട്ടുണ്ട്. അല്ലാണ്ട് നിങ്ങൾ എങ്ങനെയാ പഠിക്കുക? നമ്പർ ഓഫ് ടേംസിന്റെ ബേസിൽ മോണോമിയൽസ് ബൈനോമിയൽസ്. പക്ഷെ ഇതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. ഡിഗ്രീന്റെ ബേസിലാണെങ്കിൽ ഡിഗ്രി 1 ആണെങ്കിൽ ലീനിയർ, 2 ആണെങ്കിൽ ക്വാഡ്രാറ്റിക്, 3 ആണെങ്കിൽ ക്യൂബിക്. നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ 1 ആണെങ്കിൽ മോണോമിയൽ, 2 ആണെങ്കിൽ ബൈനോമിയൽ, 3 ആണെങ്കിൽ ട്രൈനോമിയൽ. കഴിഞ്ഞു, സിമ്പിൾ. നെക്സ്റ്റ് വൺ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഡിഗ്രി. അതിന് ഓരോന്നും ഇനി നമ്മൾ ഓരോന്നും ഈ ബേസ്ഡ് ഓൺ ഡിഗ്രിയും ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ടേംസും സെപ്പറേറ്റ് ആയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു. ഓക്കെ, വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ജനറൽ ഫോം ഉൾപ്പെടെ ഫുൾ എക്സാമ്പിൾസ് വെച്ചിട്ട് നമ്മൾ പഠിക്കുകയാണ്. ലീനിയർ പോളിനോമിയലിന്റെ ജനറൽ ഫോം എന്താണ്? ആൻഡ് ജനറൽ ഫോം പറയുമ്പോൾ കണ്ടീഷൻ A ≠ 0, A ബിയും കോൺസ്റ്റൻസ് ആണ്. എക്സാമ്പിൾസ്, ഒരു ലോഡ് എക്സാമ്പിൾസ്. അത് കഴിഞ്ഞ് നമ്മൾ ഇതിലേക്ക് പോകുന്നു, ക്വാഡ്രാറ്റിക് പോളിനോമിയലിലേക്ക് പോകുന്നു. ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ജനറൽ ഫോമും കാര്യങ്ങളും, അതിന്റെ എക്സാമ്പിൾസ് A ≠ 0, അതിന്റെ A, B, C കോൺസ്റ്റൻസ് ആണ്. അതേപോലെ ക്യൂബിക് പോളിനോമിയലിലേക്ക് പോകുന്നു. ദെൻ നമ്മൾ പോകുന്നത് റൊട്ടേറ്റ് ചെയ്യുന്നു ഒരു മിനിറ്റ്. ദെൻ നമ്മൾ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ടേംസ്, മോണോമിയൽസ്, ട്രൈനോമിയൽസ്, ബൈനോമിയൽസ് ആൻഡ് അതിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ്. കണ്ടോ? അതിന്റെ ബേസിലുള്ള ഒരു ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ദെൻ സീറോസ് ഓഫ് എ പോളിനോമിയൽ എന്ന കൺസെപ്റ്റ്. അത് കഴിഞ്ഞിട്ട് സീറോസിന്റെ ബേസിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. സീറോസിന്റെ ബേസിലുള്ള ഒരു നോർമൽ ക്വസ്റ്റ്യൻ, ഒരു MCQ. ദെൻ നമ്മൾ പോകുന്നത് സീറോസ് ഓഫ് ലീനിയർ പോളിനോമിയലിലേക്കാണ്. പിന്നെ അതിന്റെ ബേസിലുള്ള കുറച്ച് ഒബ്സർവേഷൻസ് പ്യൂർലി NCERT ബേസ്ഡ് നോട്ട്സ് ആണ്. പക്ഷേ NCERTയിൽ നോട്ട്സ് വേറെ, എക്സസൈസ് വേറെ, ക്വസ്റ്റ്യൻസ് വേറെ, നോട്ട്സ് വേറെ എന്ന ഫോർമാറ്റിലാണുള്ളത്. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് പോയിന്റ്സ് പഠിക്കും. കൃത്യമായിട്ട് ആ പോയിന്റ്സിന്റെ തൊട്ട് താഴെ തന്നെ അതിലുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ പ്രോബ്ലംസും നമ്മൾ ഡിസ്കസ് ചെയ്യും. അതാണ് ഇൻസ്റ്റാൾമെന്റ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ യെസ്, ദെൻ നമ്മൾ ഫാക്ടറൈസേഷൻ ഓഫ് പോളിനോമിയൽസിൽ റിമൈൻഡർ തിയറം, ഫാക്ടർ തിയറം ഒക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൽ പലരും പറയും ഒരു തിയറം ഡിലീറ്റഡ് ആണെന്ന് പറയും. പക്ഷേ മറ്റേ തിയറം പഠിക്കണമെങ്കിൽ ആദ്യത്തെ തിയറം നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. വളരെ സിമ്പിൾ ടേംസിൽ നമ്മൾ ഫാക്ടർ തിയറും അതേപോലെ തന്നെ റിമൈൻഡർ തിയറും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ അതിന്റെ പ്രൂഫ് കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ്, പിന്നെ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡ്, അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, ക്യൂബിക് പോളിനോമിയൽസിന്റെ ഫാക്ടറൈസേഷൻ സിലബസിലുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആൾജിബ്രിക് ഐഡന്റിറ്റീസിലേക്ക് കിടക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു ഐഡന്റിറ്റി, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 1, 2, 3, 4, 5 ക്വസ്റ്റ്യൻസ്. ഒരു 2 ഐഡന്റിറ്റി, X+5 ഹോൾ സ്ക്വയറും X-5 ഹോൾ സ്ക്വയറും. അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഡിഫറെന്റ് ടൈപ്പ്, ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. ഡിഫറെന്റ് ടൈപ്സ് ആയിട്ടുള്ള 1, 2, 3, 4, 5 ക്വസ്റ്റ്യൻസ്. അത് കഴിഞ്ഞ് അടുത്ത ഐഡന്റിറ്റി നമ്മൾ പഠിക്കുകയാണ്. അടുത്ത ഐഡന്റിറ്റി അതിൽ 1, 2, 3 ഡിഫറെന്റ് ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ്. അടുത്ത കുറെ ഐഡന്റിറ്റീസ് ആണ് പിന്നെ വരുന്നത്. അതിന്റെ ബേസിലുള്ള 1, 2, 3, 4, 5 ക്വസ്റ്റ്യൻസ്, 4 ക്വസ്റ്റ്യൻസ്. പിന്നെ അടുത്ത ഐഡന്റിറ്റി, അതിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ്, അടുത്ത ഐഡന്റിറ്റി, അതിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ്. അങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റാൾമെന്റ് മെറ്റീരിയൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. സോ ഇത്രയ്ക്ക് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇൻസ്റ്റാൾമെന്റ് മെറ്റീരിയൽ എന്തിനാണെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക എപ്പോഴാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നാളെ ഒരു എക്സാമിനേഷൻ ഉണ്ട്. നാളെ എൻ്റെ മക്കൾക്ക് ഒരു എക്സാമിനേഷൻ ഉണ്ട്. നിങ്ങൾക്കൊരു 1 hourൽ ഈ ചാപ്റ്റർ ഒന്ന് പെട്ടെന്ന് ഓടിച്ചു തീർക്കണം. നാളെ രാവിലെ അല്ലെങ്കിൽ ഇന്ന് രാത്രി ഒരു 1 hour കൊണ്ട് ഈ ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്യണം. ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയലാണ് ഇൻസ്റ്റാൾമെന്റ്. നാളെ നിങ്ങൾക്കൊരു എക്സാമിനേഷൻ ഉണ്ടെങ്കിൽ 1 hour ഇനി ബാക്കിയുള്ളൂ എന്ന് വിചാരിക്കുക പഠിക്കാൻ. ആകെ 1 hour ബാക്കിയുള്ളൂ. 1 hourൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയലാണ് ഇൻസ്റ്റാൾമെന്റ് മെറ്റീരിയൽ. സോ ഇൻസ്റ്റാൾമെന്റ് മെറ്റീരിയൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇൻസ്റ്റാൾ മെറ്റീരിയൽ കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സൈലത്തിൻ്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ആയിട്ടുള്ള നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യാം. നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിഞ്ച ബാച്ചിൽ എന്തിനാണ് ജോയിൻ ചെയ്യുന്നത്, ഇത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കൂടെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ആകെ ഉള്ള ഫീസ് എന്ന് പറയുന്നത് 3750 ആണ്. 3750 റുപ്പീസ് ഓൺലി ആണ്. ഒരു സബ്ജക്റ്റിനാണോ? അല്ല. സോഷ്യൽ സ്റ്റഡീസ്, സയൻസ്, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, എല്ലാത്തിനും കൂടെ. സയൻസിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാം ഉണ്ട്. എല്ലാത്തിനും കൂടെ സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, മാത്സ്, ഇംഗ്ലീഷ് എല്ലാ സബ്ജക്റ്റും കൂടെ ഒരു മാസത്തേക്കാണോ? അല്ല. ഒരു അക്കാദമിക് ഇയർ മുഴുവൻ 9th മുഴുവൻ നിങ്ങൾ ആകെ അടയ്ക്കേണ്ട ഫീസ് എന്ന് പറയുന്നത് 3750 റുപ്പീസാണ് നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യാൻ. എന്താണ് നിഞ്ച ബാച്ച്? സൈലത്തിൻ്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ച്. ക്ലാസ് 9 CBSE വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമുള്ള ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് നിഞ്ച ബാച്ച് എന്ന് പറയുന്നത്. ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും, സയൻസിലെയും സോഷ്യൽ സയൻസിലെയും മാത്സിലെയും എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഇൻസ്റ്റാൾ നിങ്ങൾക്ക് ആപ്പിൽ കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. കളർ പ്രിൻറ്റ്, ഞാൻ പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ കളർ പ്രിൻറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒന്നുകിൽ ഓൺലൈനായിട്ട് പഠിക്കാം, അതല്ലെങ്കിൽ കടയിൽ പോയി കഴിഞ്ഞാൽ അവർ ജസ്റ്റ് എന്ത് ചെയ്യും, പ്രിൻ്റ് എടുത്ത് തരും. പ്രിൻ്റ് എടുത്ത് വാങ്ങുക, ഓരോ ചാപ്റ്ററായിട്ട് സ്റ്റേപ്ലർ അടിച്ച് കയ്യിൽ വെക്കുക. ജസ്റ്റ് ഒരു എന്താ പറയുക, ജസ്റ്റ് ഓരോ സ്റ്റേപ്ലർ അടിച്ച് തട്ടിക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം വരുമ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്ത് റിവൈസ് ചെയ്ത് നോക്കാം. ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്, ഭയങ്കര ഉപകാരമാകും. നിങ്ങൾക്ക് ഒരു എക്സാം, നാളൊരു ക്ലാസ് ടെസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു മെറ്റീരിയലാണ് ഇൻസ്റ്റാൾ എന്ന് പറയുന്നത്. നമ്മൾ ഷോർട്ട് നോട്ട്സ് എഴുതിയെടുത്ത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോർട്ട് നോട്ട്സ് നിങ്ങൾ ഒറ്റയ്ക്ക് എഴുതിയിരിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഇൻസ്റ്റാൾ മാത്രം ഉണ്ടെങ്കിൽ ഷോർട്ട് നോട്ട്സ് ആയി കഴിഞ്ഞു. ബാക്കിയുള്ളത് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ഡിസ്കസ് ചെയ്യാത്ത ഒരു പോയിന്റ് പോലും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കില്ല. ഓക്കെ, ആൻഡ് എല്ലാ പോയിന്റ്സിൻ്റെയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസും നമ്മൾ ഇൻസ്റ്റാളിൽ കൊടുത്തിട്ടുണ്ട്. സോ മക്കൾ ആകെ ചെയ്യേണ്ട കാര്യം നിഞ്ച ബാച്ചിൽ കൃത്യമായിട്ട് ജോയിൻ ചെയ്യുക, എന്നിട്ട് ഇൻസ്റ്റാളിൽ ഡൗൺലോഡ് ചെയ്യുക. ഇൻസ്റ്റാളിൽ ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്തിട്ട് കയ്യിൽ വെക്കുക. എക്സാംസിൻ്റെ സമയത്ത് കൃത്യമായിട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാളിൽ ഉപയോഗിക്കുക. ആൻഡ് നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള നമ്പർ എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് പ്ലേ സ്റ്റോറോ ആപ്പ് സ്റ്റോറോ എടുത്തിട്ട് സൈലന്റ് ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിഞ്ച ബാച്ച് പർച്ചേസ് ചെയ്യാം. ക്ലാസ് 9 CBSE നിഞ്ച ബാച്ച് എന്ന് കാണാൻ പറ്റും 2026. അത് ജസ്റ്റ് പർച്ചേസ് ചെയ്തെടുക്കാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്കുള്ള മറ്റൊരു ഓപ്ഷനാണ് മക്കളെ 999 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 99954008000 ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സ്ക്രോളിൽ കൂടെ പോകുന്നുണ്ടാവും ആ നമ്പർ. ഓക്കെ, ആൻഡ് വൺ മോർ തിങ്, നിഞ്ച ബാച്ചിൽ നമ്മൾ ഡെയിലി ഒരു 1 to 1.5 hour ആണ് ലൈവ് ക്ലാസ് ഉണ്ടാവുക. ഈ 1 to 1.5 hour ക്ലാസ് എന്ന് പറയുമ്പോൾ ഡെയിലി ഉണ്ടാവും. പിന്നെ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഹോളിഡേയ്സിലൊന്നും ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ പെരുന്നാൾ, ഓണം, വിഷു അങ്ങനത്തെ അതിനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് 1-2 ദിവസം, പെരുന്നാളൊക്കെ 2 ദിവസം ലീവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓണത്തിനും അങ്ങനെ തന്നെ മിക്കവാറും 2 ദിവസം ലീവ് ഉണ്ടാവും. അപ്പം അങ്ങനത്തെ കൃത്യമായിട്ടുള്ള ഹോളിഡേയ്സിലൊക്കെ കൃത്യമായിട്ട് ലീവും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. ആൻഡ് വൺ മോർ തിങ്, നിഞ്ച ബാച്ചിൽ ഇപ്പോൾ ഒരു ദിവസം നാളെ ഇപ്പോൾ ക്ലാസ് ഉണ്ട് എനിക്ക്, അല്ലെങ്കിൽ അധിക ദിവസം ക്ലാസ് ഉണ്ടാവുക 7 മണിക്കായിരിക്കും, 7 PM IST 7 PM ക്ലാസ് ഉണ്ടാവുക. ചില ദിവസങ്ങളിൽ മാത്രം, വളരെ ചുരുക്കം ദിവസങ്ങളിൽ മാത്രം 8:30 PM ഉണ്ടാവും. ഇപ്പോൾ ഒരു മാസത്തിൽ ഒരു തവണയൊക്കെ മാക്സിമം ഉണ്ടായേക്കാം 8:30 PM ഉണ്ടായേക്കാം, വളരെ റെയർ ആയിട്ടാണ്. അപ്പോൾ 7 PM ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ടൈം ക്ലാസ്സിൻ്റെ. സപ്പോസ് നാളെ എനിക്ക് പനി ആയതുകൊണ്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ക്ലാസ്. ഇത് നിങ്ങളൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കരുത്. പക്ഷേ നിങ്ങൾക്ക് ഒരു ഫേവറബിൾ ആയിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങളൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുത്തിട്ട് അതിനെ ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് എന്ന് പറയില്ല, അങ്ങനെ ആക്കരുത്. അത് നിങ്ങൾ എന്താ പറയുക, നല്ല രീതിയിൽ മാത്രം യൂസ് ചെയ്യാം. ഇപ്പോൾ നാളെ എനിക്ക് പനിയായി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, വാട്ട് ടു ഡു? സ്കൂളാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല, അല്ലേ? നമുക്കൊന്നും ചെയ്യാനില്ല. ക്ലാസ് പോയി മിസ്സിൻ്റെ അടുത്ത് പിന്നെ പോയിട്ട് ഇൻ്റർവെല്ലെങ്ങാൻ പോയിട്ട് ഒരു മണിക്കൂറിൽ ടീച്ചറിൻ്റെ അടുത്ത കാര്യം ഒരു 5 മിനിറ്റ് കൊണ്ട് മിസ്സ് പറഞ്ഞുതരും, അതും കേട്ട് പോരേണ്ടി വരും, അല്ലേ? പക്ഷേ നിഞ്ച ബാച്ചിൽ ഒരു ക്ലാസ് കഴിഞ്ഞു, ആ ക്ലാസ് ഈ അക്കാദമിക് ഇയർ മുഴുവൻ അവിടെ തന്നെ ഉണ്ടാവും. ആപ്പിൽ എടുത്ത് പോയി കഴിഞ്ഞാൽ ആ ചാപ്റ്റർ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കിട്ടും. എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് 2x കാണാം, 1.5x കാണാം, സ്പീഡ് കൂട്ടി കാണാൻ പറ്റും. ഒരു ക്ലാസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു, അത് എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് കാണാൻ പറ്റും. എക്സാമിൻ്റെ സമയത്ത് ഒന്നും ഒക്കെ മറന്നുപോയി, വീണ്ടും ക്ലാസ് ഇരുന്ന് ഫുള്ള് കണ്ടാൽ മതി. കംപ്ലീറ്റ് സാധനങ്ങൾ അവിടെ ഉണ്ടാവും. കംപ്ലീറ്റ് നോട്ട്, ടീച്ചർ ക്ലാസ് എടുക്കുന്ന നോട്ട്സ് അപ്പോൾ തന്നെ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്പിൽ കിട്ടും. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, നമുക്കറിയാം 9th മുതലാണ് നമ്മൾ കൃത്യമായിട്ട് 10th സ്റ്റാൻഡേർഡിൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. 80 മാർക്കിനായിരിക്കും മിക്കവാറും നിങ്ങൾ ആനുവൽ എക്സാമിനേഷൻ ഒക്കെ ഉണ്ടാവുക. 80 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിലെ ഫസ്റ്റ് 20 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് MCQs ആയിരിക്കും. 18 ക്വസ്റ്റ്യൻസ് നോർമൽ MCQസും 19 and 20th ക്വസ്റ്റ്യൻസ് വിൽ ബി അസേഷൻ റീസൺ ക്വസ്റ്റ്യൻസ്. ചുരുക്കി പറഞ്ഞാൽ ടോട്ടൽ 20 ക്വസ്റ്റ്യൻസ് MCQs ആയിരിക്കും. ഈ MCQസിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് മാർക്ക് പോകുന്നത്, ഏറ്റവും കൂടുതൽ കുട്ടിക്ക് സമയം നഷ്ടപ്പെടുന്നത്. മാത്തമാറ്റിക്സിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ MCQs എഴുതിയിരുന്നു സാർ, പിന്നെ സമയം കിട്ടിയില്ല എക്സാം അറ്റൻഡ് ചെയ്യാൻ, ബാക്കി ഒരുപാട് ക്വസ്റ്റ്യൻസ് വിട്ടുപോയി എന്നൊക്കെയാണ് പല കുട്ടികളും എന്ന് പറയാറുള്ളത്. ഏറ്റവും മെയിൻ വില്ലനായിട്ടുള്ള ഈ MCQസിനെ പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് നിഞ്ച ബാച്ചിൽ നിങ്ങൾക്ക് എന്താ തരുന്നതെന്ന് അറിയോ? ഓരോ ഫോർ എക്സാമ്പിൾ ഇന്ന് 7 മണിക്ക് എനിക്ക് ക്ലാസ് ഉണ്ടെന്ന് വിചാരിക്കാം, പോളിനോമിയൽസിന് ക്ലാസ് ഉണ്ട്.
ഫസ്റ്റ് പാർട്ട് ക്ലാസ് ആണെന്ന് വിചാരിക്കും. ഫസ്റ്റ് പാർട്ട് ക്ലാസ് ആണെങ്കിൽ ഇന്ന് 7 മണിക്കാണെങ്കിൽ അത് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് ആപ്പിൽ 10 MCQs കിസ് ഫോർമാറ്റിൽ കിട്ടും. ഈ ടോപ്പിക്കിൽ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ എന്താണോ ക്ലാസ്സിൽ എടുത്തത് ആ ക്ലാസ്സിലെടുത്ത ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആ ടോപ്പിക്കിൽ നിന്ന് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള 10 MCQs വിത്ത് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഒരു കിസ് ഫോർമാറ്റിൽ സൈലന്റ് ലേണിംഗ് ആപ്പിൽ കിട്ടും. 10 MCQs. ഈ 10 MCQs നിങ്ങൾ ഒരു ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ അറ്റൻഡ് ചെയ്ത ആൻസർ കറക്റ്റ് ആണോ തെറ്റാണോ. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഫോക്കസ് ആവുമെന്ന് അറിയില്ല. ഞാൻ ആപ്പ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം, കറക്റ്റ് കാണിച്ചു തരാം. ഫോക്കസ് ആയില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അത് നോക്കിയാൽ മതി നിങ്ങൾ. യെസ്, ഇതിപ്പോൾ 10th ആണ്. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതാണ് നമ്മുടെ ക്ലാസിൻ്റെ ഒരു ഇത് ഭയങ്കരമായിട്ട് ഷെയ്ഡ് അടിക്കുന്നത് അല്ലേ. സൈഡ് വൈസ് പിടിച്ചാലോ. യെസ്, ഇതാണ് നമ്മുടെ ക്വിസിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ഇവിടെ വരും, താഴെ ഓപ്ഷൻ ABCD ഉണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ഓപ്ഷനിൽ ടിക്ക് ചെയ്യുക, സബ്മിറ്റ് ക്വസ്റ്റ്യൻസ് കൊടുക്കുക. അടുത്ത ഓപ്ഷൻ അപ്പോൾ റെഡിലും ഗ്രീനിലും കാണിക്കും. തെറ്റായിട്ടുള്ള ആൻസർ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഗ്രീനിൽ കാണിക്കും. നമ്മൾ കൊടുത്ത ആൻസർ തെറ്റാണെങ്കിൽ അത് റെഡിൽ കാണിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. അടുത്ത ക്വസ്റ്റ്യൻ ടിക്ക് കൊടുക്കുക, സബ്മിറ്റ് ക്വസ്റ്റ്യൻ കൊടുക്കുക. അത് കറക്റ്റ് ആയിരുന്നു, അപ്പോൾ ഗ്രീനിൽ കാണിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അങ്ങനെ പോയി നമ്മൾ 10th ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സബ്മിറ്റ് എന്നുള്ളത് ഉണ്ടാവും. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കാണിക്കും, കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കാണിക്കും, ഇൻകറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കാണിക്കും, ഒരു അനാലിസിസ്, റിസൾട്ട് അനാലിസിസ് ആൻഡ് നോട്ട് ആൻസേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണിക്കും. എന്നിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. സബ്മിറ്റ് കൊടുക്കുക. യെസ്, ദാറ്റ്സ് ഇറ്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഗ്രസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങളുടെ സ്കോർ എത്രയാണ്, കറക്റ്റ് ആൻസർ എത്രയാണ്, ഇൻകറക്റ്റ് ആൻസർ എത്രയാണ്, സ്കിപ്പ് ചെയ്ത് എത്രയാണ്, അക്യുറസി റേറ്റ്, പെർസെൻറ്റേജ് ഓഫ് അക്യുറസി കൃത്യമായിട്ട് കാണാം, കംപ്ലീറ്റഡ് പെർസെൻറ്റേജ് കാണാൻ പറ്റും, ആൻഡ് ടൈം ടേക്കൺ. ഈ 10 MCQs അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ എത്ര ടൈം എടുത്തു. ലിറ്ററലി നിങ്ങൾക്ക് തന്നെ നിങ്ങളെ MCQs എഴുതുന്ന സ്പീഡ് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു ക്വിസ് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ. കാരണം 1 മണിക്കൂർ മുന്നെടുത്ത ക്ലാസ്സിൻ്റെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന MCQs. അപ്പോൾ ലിറ്ററലി നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസ് ശ്രദ്ധിക്കുന്നു, ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് വെക്കുന്നു, MCQs അറ്റൻഡ് ചെയ്യുന്നു, നല്ല രീതിയിൽ സ്കോർ ചെയ്യുന്നു, നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റും. എക്സാംസിൽ സ്കൂൾ നടത്തുന്ന എക്സാമിനേഷനൊക്കെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ആൻഡ് ട്രസ്റ്റ് മീ, ഇത് ഞാൻ പറയുന്നതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട. ജസ്റ്റ് നിഞ്ച ബാച്ചിലോ അസ്ത്ര ബാച്ചിലോ പഠിച്ച, അതായത് ക്ലാസ് 10 CBSE ഇപ്പോൾ പാസ് ഔട്ട് ആയിട്ടുള്ള നിങ്ങളെ സീനിയേഴ്സിനോട് ചോദിക്കുക. സൈലത്തിൻ്റെ ക്ലാസ് കണ്ട് പഠിച്ചവരാണെങ്കിൽ മാത്രം, സൈലം എന്ന് കേട്ടവരാവരുത്, സൈലത്തിൻ്റെ ക്ലാസ് കണ്ട് പഠിച്ച കുട്ടികളാണെങ്കിൽ അവരോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, എന്താണ് സൈലത്തിൻ്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അവർ പറഞ്ഞു തരും നിങ്ങൾക്ക് നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യണോ വേണ്ടയോ എന്ന്. സോ മക്കളെ, നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഇൻസ്റ്റാൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ ജോയിൻ സൂൺ ആൻഡ് സ്റ്റഡി വെൽ. നമുക്ക് ഈ ഒരു അക്കാദമിക് ഇയറിൽ ആനുവൽ എക്സാമിനേഷന് ഏത് ടീച്ചർ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടാലും 90% മിനിമം നമുക്ക് നേടിയിരിക്കണം. ഏത് സബ്ജക്റ്റിനും, എല്ലാ സബ്ജക്റ്റിനും. ഓക്കെ, ട്രസ്റ്റ് അസ്, ഞങ്ങളത് നിങ്ങൾക്ക് നേടിത്തരും. ദാറ്റ്സ് ഓൾ. ബൈ.